കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടോ അതല്ലെങ്കിൽ നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്ന അടിപൊളി പനീർ ചീസ് ബോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പനീറൊക്കെ വെറുതെ നമുക്ക് കുട്ടികൾ ചിലപ്പോൾ വറുത്ത പനീറൊക്കെ കഴിക്കണം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ചീസ് ബോളൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവും അത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം പനീർ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് ചോപ്പ് ചെയ്തത്, ഒരു 10 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, അവനാൻ്റെ എരിവ് പോലെ കേട്ടോ. അപ്പോൾ എൻ്റെ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 10 എടുത്തത്. ഇനി അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ്. അതുപോലെ നമുക്ക് ഇതിലേക്ക് ഒറിഗാനോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട്. 2 ടീസ്പൂൺ ഒറിഗാനോ, 1.5 ടീസ്പൂൺ ചാട്ട് മസാല, അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ നമ്മുടെ പനീർ ചീസ് ബോളിന് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നമ്മളിതിലേക്ക് ഒന്നല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളത് നന്നായി മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈ വെച്ച് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴയ്ക്കുക. നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കളറിന് വേണമെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ എരിവ് കുറവുണ്ടെങ്കിൽ അല്പം മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് ഒരുപാട് കളറൊന്നും വേണമെന്നില്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ബോൾ തന്നെ വേണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ബോളാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓവൽ ഷേപ്പിലോ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ശേഷം നമ്മളിവിടെ ചീസ് നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യൂബായിട്ടുള്ള ചീസാണ്. അത് ഞാൻ 4 എണ്ണം ആക്കിയിട്ടുണ്ട്. ഒരു ക്യൂബിനെ 4 കഷ്ണങ്ങളാക്കിയിട്ട് അത് നമ്മൾ ഈ ബോളുകളിൽ നടുവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ റോൾ ചെയ്തെടുത്ത് പിന്നെ കുറച്ച് കോൺഫ്ലോർ ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 ബ്രെഡും ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ചീസ് ബോളും ചീസ് വെച്ചിട്ടുള്ള ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള ബോള് നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സിൽ മുക്കി അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ എല്ലാ ബോളുകളും ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം അപ്പോൾ ഇത് നന്നായി കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് കാണാനൊരു ഭംഗി, കഴിക്കാനും പുറമൊക്കെ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. ഈ ബ്രെഡൊക്കെ നല്ലോണം മൊരിഞ്ഞ് എണ്ണയിൽ കിടന്ന വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ്. അതിൽ മൊരിഞ്ഞ് വരുമ്പോൾ പുറം നല്ല ക്രിസ്പും ഉള്ളു നല്ല സോഫ്റ്റും അതുപോലെ ജ്യൂസി നമ്മുടെ ഈ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ലൊരു ജ്യൂസി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ എല്ലാ ബോളുകളും നമ്മളിവിടെ കോൺഫ്ലോർ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ ഒരു പാനിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണയിൽ ഇത് വറുത്താൽ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ നല്ലോണം പോലെ തിളച്ച് വരുമ്പോൾ ഇത് നമ്മൾ ഓരോ ബോളുകളായിട്ടിടുക. നിറച്ചിടരുത്. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ കുറേ പൊട്ടും. അപ്പോൾ 4-5 ബോളുകൾ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ ഇത് വറുത്ത് കോരി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അത്രയും ടേസ്റ്റാണ്. നല്ല സോസ് കൂട്ടിയിട്ടോ അതല്ലെങ്കിൽ നമുക്കത് നമ്മുടെ ഈ മയോണൈസോ ഒക്കെ കൂട്ടിയിട്ട് നമുക്കിത് മുക്കി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നല്ല സ്റ്റാർട്ടറായിട്ട് നമുക്ക് ചെറിയ പരിപാടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലത്തെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. കഴിക്കാനും നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കേ.